ഹായ് ഓൾ, വെൽക്കം ടു പാൻ ആൻഡ് പോഡ്. ഇന്ന് നമുക്ക് അരി കുതിർക്കുകയോ അരയ്ക്കുകയോ ഒന്നും ചെയ്യാണ്ട് ഇൻസ്റ്റൻ്റായി ഉണ്ടാക്കാൻ പറ്റുന്ന നെയ്പ്പത്തലിൻ്റെയും അതിൻ്റെ കൂടെ കോമ്പിനേഷനായ അധികം മസാലകളൊന്നും ചേർക്കാണ്ട് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിൻ്റെയും റെസിപ്പി നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ്ഡ് ഉള്ളി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കൂടെ 2 തക്കാളിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എരിവിനനുസരിച്ച് 4-5 പച്ചമുളകും കൂടി കട്ട് ചെയ്തെടുക്കുക. ഒരു കുക്കർ ചൂടാക്കി അതിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി നന്നായി വഴറ്റിയെടുക്കുക. ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് വഴന്ന് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 3/4 ടീസ്പൂൺ ഗരം മസാല, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 3 വിസിൽ മാക്സിമം. അപ്പോഴത്തേക്കും നമ്മൾ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ടാകും. അത് കുക്കായി വരുന്ന ടൈമിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ മിക്സിൻ്റെ ജാറിലേക്ക് ഒരു ബോക്സ് തേങ്ങയും അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഈ അരച്ചെടുത്ത മിക്സ് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ചിക്കൻ നന്നായി കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കണം. നമ്മളെ കറി ഇവിടെ കുറുക്കി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കുറച്ച് ഗീയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചിക്കൻ കറി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് നെയ്പ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് പത്തിരിപ്പൊടിയും 2 കപ്പ് പുട്ടുപൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മിക്സീൻ്റെ ജാറെടുത്ത് അതിലേക്ക് കുറച്ച് തേങ്ങയും കുറച്ച് പെരിഞ്ചീരകം കുറച്ച് ഉള്ളി ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് ഒതുക്കിയെടുക്കാം. നന്നായി അരഞ്ഞു പോണ്ട. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് കുഴച്ച് തുടങ്ങാം. നമ്മൾ കുഴക്കുന്നതിന് ആവശ്യത്തിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിക്കരുത്, അപ്പോൾ ചിലപ്പോൾ കൂടിപ്പോവും. അതുകൊണ്ട് നമുക്ക് ആവശ്യം തോന്നുമ്പോൾ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ഞാൻ എടുത്ത ബൗൾ കുറച്ച് ചെറുതായി പോയി, അതുകൊണ്ട് ഞാൻ പാത്രം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നന്നായി കുഴച്ച് നമ്മൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പത്തിരി ഫ്രൈ ആക്കാൻ ഞാൻ ചീനച്ചട്ടിയാണ് എടുക്കുന്നത്. ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് ഒന്ന് തിളക്കാൻ വെക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് മാവ് ഓരോ ബോൾസാക്കി പരത്തിയെടുക്കാൻ വാഴയിലയാണ് ബെറ്റർ. പക്ഷേ എനിക്ക് വാഴയില കിട്ടാത്തതുകൊണ്ട് ഞാനൊരു പ്ലാസ്റ്റിക് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ യൂസ് ചെയ്ത് ഒന്ന് ക്രീസ് ചെയ്ത് കൊടുത്തിട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പത്തിരിയൊക്കെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം പൊങ്ങി വരുമ്പോഴത്തേക്ക് നമ്മളൊന്ന് മറച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് 2 വശം ഒരേപോലെ ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മൾ നെയ്പ്പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറിൻ്റെ കൂടെയും ഫിഷ് കറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത റെസിപ്പിയായി വരുന്നത് വരെ ബൈ.